വിശുദ്ധമായ റമദാനിൻ്റെ ഇനി അതിശ്രേഷ്ഠമായ രാവുകൾ പകലുകളൊക്കെ വരികയാണ്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ റമദാനിൻ്റെ ഈ അവസാനത്തെ പത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ദുആ ഏതാ? നരകമോചനം ചോദിക്കുന്നു, സ്വർഗപ്രവേശനം ചോദിക്കുന്നു. നരകത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുന്നു. അല്ലാഹു തആല ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു കരുണയും കാണിക്കാതെ, നരകത്തിലേക്ക് ഒരു വിചാരണ പോലും ചെയ്യാതെ നേരെ പ്രവേശിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു 6 കൂട്ടം ആളുകളുണ്ട്. അള്ളാഹു ആ കൂട്ടരെ തൊട്ട് നമ്മെ കാക്കട്ടെ, ആമീൻ. ഏതാണ് ആ ഹതഭാഗ്യരായ, ഒരു വിചാരണയുമില്ലാതെ നേരെ നരകത്തിലേക്ക് പോകുന്ന ആ കൂട്ടം ആളുകൾ? അത് നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ ഒരു വിചാരണയുമില്ല, എന്തിനാണ് നീ നിസ്കരിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് നീ നിസ്കരിക്കാതിരുന്നത്, ഒരു ചോദ്യവുമില്ല, നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന 4 കൂട്ടം ആളുകളുണ്ട്. അവരെയും നമുക്ക് പരിചയപ്പെടാം. കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു ചെറിയ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം, നമ്മുടെ എന്ത് പ്രതിസന്ധി വന്നാലും ആ ഒരു ദിക്ർ നമ്മൾ പറയുന്നവരാണെങ്കിൽ മലക്കുകളെ അയച്ചിട്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം തരും. അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. ചില ആളുകൾക്ക് തോന്നും ചില പ്രയാസങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്ന് ഒരു തോന്നലുണ്ടാകും. അത് അള്ളാഹു തആല മലക്കുകളെ അയച്ച് നമ്മളെ സഹായിക്കുന്നതാണ്. അങ്ങനെ സഹായം കിട്ടാൻ ചെറിയ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അള്ളാഹു എല്ലാവർക്കും ഖൈറുകളും ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇനി തുച്ഛമായ ദിനങ്ങൾ കൂടി മാത്രമേ നമ്മളിൽ റമദാനുള്ളൂ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഉമ്മമാരും സഹോദരിമാരും ഉപ്പമാരൊക്കെ ഷോപ്പിങ്ങിനായിട്ട് ഏത് കടയിൽ പോകണം, ഏത് ഡ്രസ്സ് വേണം, അതിൻ്റെ ചർച്ചകളാണ്. പിന്നെയോ രാഷ്ട്രീയ ചർച്ചകൾ മറ്റൊരു സ്ഥലത്ത്. പള്ളികളിലൊക്കെ ഇഅ്തികാഫ് ഇരുന്നിട്ട് ആളുകൾ രാഷ്ട്രീയ ചർച്ചയാണ്, മൊബൈലിൽ ഗെയിം കളിയാണ്. പല പള്ളികളിലും ഉണ്ട്. ഉസ്താദുമാർ പരാതിയാണ്, ഇപ്പോൾ ഇഅ്തികാഫിലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന മക്കളെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ ഇപ്പോൾ ഒച്ചപ്പാടും ബഹളവും, അതുപോലെ തന്നെ മൊബൈലിൽ വീഡിയോ കാണലും, അതുപോലെ തന്നെ ഗെയിം കളിക്കലും ഒക്കെയായി മാറി. ഇഅ്തികാഫിൻ്റെ നിയത്ത് വെച്ച് ഉറങ്ങിയാൽ തന്നെ കൂലിയാണ്. പക്ഷേ ആ ഉറങ്ങുന്നതിന് പകരം അവിടെ എഴുന്നിട്ട് ഇഅ്തികാഫിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന സംസാരങ്ങളും പ്രവൃത്തികളുമാണ് പല ആളുകളും ചെയ്യുന്നത്. അതൊന്നും ഉണ്ടാവാതെ പ്രത്യേകം സൂക്ഷിക്കണേ. ചില ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഇപ്പോൾ പുതിയ എന്തോ സിനിമ ഇറങ്ങി റമദാനിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ച് തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. നമുക്കത് പാടില്ല എന്ന് ഈ ചോദിക്കുന്നവർക്കും അറിയാം, ചോദിക്കപ്പെടുന്നവർക്കും അറിയാം. ഞങ്ങളിപ്പോൾ അങ്ങനെ സിനിമാ കോട്ടയിലൊന്നും പോയി സിനിമ കാണുന്നില്ല, ഞങ്ങളിപ്പോൾ മൊബൈലിൽ കാണുന്നു. മൊബൈലിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. വീട്ടിലിരിക്കുന്ന സ്ത്രീകളും അത് തന്നെ, പല സ്ത്രീകളും സഹോദരിമാരും അത് തന്നെ, അതുപോലെ തന്നെ പള്ളി വരുന്ന വാപ്പമാരും അത് തന്നെ. ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ സിനിമയൊന്നും കാണാറില്ല, ഈ ചെറിയ ക്ലിപ്പിംഗ്, അതുപോലെ കോമഡി പരിപാടികൾ അങ്ങനെയൊക്കെ കാണുന്നത്. റമദാനിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന എന്തും നമുക്കത് പാടില്ലാത്തതാണ്. അതിപ്പോൾ പള്ളിയിലിരുന്ന് കണ്ടാലും വീട്ടിലിരുന്ന് കണ്ടാലും എല്ലാം സമമാണ്. അതുപോലെ മൊബൈലിൽ കണ്ടാലും ടി വിയിൽ കണ്ടാലും അതൊക്കെ സമമാണ്. പല ആളുകളും പറഞ്ഞു, ഉസ്താദേ റമദാൻ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ടി വി ഒക്കെ മാറ്റി വെച്ചു. അപ്പോൾ റമദാൻ അല്ലാത്തപ്പോൾ അതുപോലുള്ള പരിപാടികൾ കാണാം, റമദാനിൽ കാണാൻ പാടില്ല എന്നല്ല. നമുക്കത് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ റമദാനിൽ പ്രത്യേകിച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനിൻ്റെ പുണ്യം നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയും അത് പള്ളിയിലും പാടില്ല, അത് വീട്ടിലാണെങ്കിലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ അതിനെ സൂക്ഷ്മതയോടെ നമുക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. ഇനി വളരെ ശ്രേഷ്ഠമുള്ള സമയങ്ങളാണ്, രാത്രിയാണ്, പകലാണ് വരുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ഇതുപോലുള്ള മോശത്തരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിലേക്ക് എടുക്കാനും ഒരുപാട് ഇബാദത്ത് ചെയ്യാനും പടച്ചോൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ദുആ മാത്രം പോരാ, അതിൽ നമ്മൾ സന്നദ്ധരാവുക കൂടി വേണം. പിന്നെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ദുആ ഏതാണ്, ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതെല്ലാവരും നമ്മളൊക്കെ പറയുന്നു അല്ലേ? അൽഹംദുലില്ലാ, നരകത്തിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്നാണ് നമ്മൾ ദ്വാരക്കാറുള്ളത്. അപ്പോൾ ഈ നരകത്തിൽ നിന്നും മോചനം കിട്ടാൻ നമുക്കെന്ത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദുആ നമുക്ക് പറയാം. അതുപോലെ സ്വർഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു പോവാൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന ദുആയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളത് പറയുന്നതാണ് എല്ലാ ദിവസവും. ഇപ്പോൾ മഗ്‌രിബിക്ക് ശേഷമുള്ള നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിൽ നമ്മൾ ആ ദുആ പറയാറുള്ളവരാണ്.
അങ്ങനെ ദുആ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് നരകത്തിൽ നിന്നും മോചനം കിട്ടും, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടും. നരകത്തിലേക്ക് അല്ലാഹു തആല ചില ആളുകളെ പ്രവേശിപ്പിക്കും. എങ്ങനെ? ചോദ്യം ചോദിച്ച്, നീ എന്തിനാണ് നിസ്കരിക്കാതിരുന്നത്, നീ എന്തിനാണ് ഹറാമ് ചെയ്തത് എന്ന് അല്ലാഹു ചോദിക്കും. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് നമുക്ക് ഉത്തരം പറയാനില്ലാത്ത സമയത്ത് അല്ലാഹു നരകത്തിൽ, അങ്ങനെ ഒരു വിഭാഗം കാറ്റഗറി ഉണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവരല്ലാഹു തആല വിചാരണ പോലും ചെയ്യൂല. നേരെ അല്ലാഹു തആല വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്നു, നേരെ നരകത്തിലേക്ക് വിടുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ഹതഭാഗ്യന്മാരായ ആളുകളുണ്ട്. ഒരു വിചാരണയുമില്ല, അവരോട് ഒരു ചോദ്യം ചോദിക്കില്ല, അവരുടെ മുഖത്ത് പോലും പടച്ചോ നോക്കാതെ നേരെ നരകത്തിലേക്ക് വിടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ഗണത്തെ തൊട്ട് ഏകദേശം 6 വിഭാഗത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൊക്കെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു അത്തരത്തിലുള്ള ആളുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ, ആമീൻ. ഏതൊക്കെയാണ് 6 വിഭാഗം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കേൾക്കേണ്ടത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ പറ്റിയല്ലേ. സ്വർഗത്തിലും ഇതുപോലെ തന്നെ അല്ലാഹു തആല ചോദ്യങ്ങൾ ചോദിക്കും. നിന്റെ സമ്പത്ത് നീ എങ്ങനെ ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു, നീ നിസ്കരിച്ചോ? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. അപ്പൊ ചോദ്യങ്ങൾ, ഹിസാബിന് ശേഷം സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട്. അവരെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കണ്ടേ. 4 വിഭാഗം ആളുകളാണ് ഒരു വിചാരണയുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു. ഒന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അതായത് ബലാഉകളിൽ ക്ഷമിക്കുന്ന ആളുകളാണ്. എൻ്റെ അടുത്ത് ഒരു സഹോദരൻ വളരെ പ്രയാസപ്പെട്ട പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊക്കെ പള്ളിയിൽ ഇരുന്നിട്ട് തറാവീഹ് നിസ്കരിക്കുന്നു, അതുപോലെ ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഈ സമയത്ത് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നോർത്ത് ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മകനിക്ക് ക്യാൻസറാണ്. തിരുവനന്തപുരം RCCയുടെ വരാന്തയിൽ എൻ്റെ മടിയിൽ എൻ്റെ മകൻ്റെ ആ കീമോ ചെയ്ത, ആ റേഡിയേഷൻ ചെയ്ത തല വെച്ചിട്ട് ഞാൻ അവനെ ഇങ്ങനെ കാത്തു സംരക്ഷിക്കുക. എനിക്ക് രാത്രി പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം അവനെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ഭാര്യ വീട്ടിലാണ്. ഇവനക്ക് തലയിൽ ഇങ്ങനെ റേഡിയേഷൻ ചെയ്തിട്ട് പരിസര ബോധമില്ല, എങ്ങോട്ട് പോകണം എന്നറിയില്ല, എന്ത് പറയാൻ, ചിലപ്പോൾ നിന്ന നിൽപ്പിൽ തന്നെ മൂത്രമൊഴിക്കും. അങ്ങനെയൊക്കെ റമളാനിൽ നോമ്പ് പിടിക്കുന്നുണ്ട് എന്ന് മാത്രം. ഫർള് എങ്ങനെയൊക്കെ നിസ്കരിക്കുന്നു, എനിക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് പടച്ചോൻ പുറത്തു തരുമോ, എനിക്ക് അതിൻ്റെ കൂലി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂലി കിട്ടുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല ആഗ്രഹമുണ്ട് നിസ്കരിക്കാനും നമ്മളെപ്പോലെ പള്ളിയിൽ വരാനും ഇഅ്തികാഫ് ഇരിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ആ മകൻ്റെ ആ ഒരു ചികിത്സയുമായിട്ട് അദ്ദേഹം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ ഇബാദത്തുകളേക്കാൾ വേഗത്തിൽ, ആ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ ഇങ്ങനെ കഠിനമായ രോഗങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും കൊണ്ട് ഈ ദുന്യാവിൽ കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അവരോട് എന്ത് ചോദിക്കാനാ? കാരണം ദുന്യാവിൽ മൊത്തം പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. അപ്പോൾ നേരെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടത്തുമെന്നാണ് അങ്ങനത്തെ ഒരു വിഭാഗം. നമ്മുടെ വീഡിയോക്ക് താഴെ തന്നെ എത്രയോ കമൻറ്റുകളാണ് അവരങ്ങനെ എഴുതുന്നത്. പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫുർഖാൻ ഓതുന്ന ആളുകളാണ്. സൂറത്തുൽ ഫുർഖാൻ വിശുദ്ധമായ ഖുർആനിലെ 25ാമത്തെ സൂറത്താണ്. അതുപോലെ ഏകദേശം 77 ആയത്തുള്ള സൂറത്തുൽ ഫുർഖാൻ. അതായത് തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫുർഖാൻ ആകാശങ്ങളെപ്പറ്റി, ഭൂമിയെപ്പറ്റി, സ്വർഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ഒക്കെ വിശദമായി വിശദീകരിക്കുന്ന, ഒരുപാട് ശിക്ഷകളെപ്പറ്റി, അള്ളാഹുവിൻ്റെ നന്മയെപ്പറ്റി, അള്ളാഹുവിൻ്റെ കരുണയെപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്ന ഒരു ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. 25ാമത്തെ സൂറത്താണ്. ഇത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാൽ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ ദഖലൽ ജന്നാ ബിഗൈരി ഹിസാബ് എന്നാണ്. ഈ സൂറത്തിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ ഈ സൂറത്തിന്റെ നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ പറയാം. സൂറത്തുൽ ഫുർഖാൻ ഖുർആനിലെ 25ാമത്തെ സൂറത്താണ്. അപ്പോൾ 77 ആയത്തുള്ള സൂറത്താണ്. ഈ സൂറത്ത് നിത്യമാക്കിയ ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ്, ഒരു ചോദ്യമില്ല, നേരെ സ്വർഗത്തിലേക്ക് കടത്തുമെന്നാണ്. പടച്ചോൻ ആ ഒരു സൗഭാഗ്യം നമുക്ക് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ലക്ഷണം നോക്കാത്തവരാണ്, അന്ധവിശ്വാസമില്ലാത്തവരാണ്. ചില ആളുകൾക്കുണ്ട് എന്തിനും അന്ധവിശ്വാസം. വീട്ടിലേക്ക് ഇറങ്ങി ഒരു പല്ല് ചിലച്ചു, അതെന്താണ്, പിന്നെ വീട്ടിലേക്ക് ഇറങ്ങി ഒരു പൂച്ച വട്ടം ചാടിയോ അന്ന് പോവണ്ട, ഇങ്ങനെ അന്ധവിശ്വാസം ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. അങ്ങനെ ഒന്നുമില്ല. പക്ഷിശാസ്ത്രം നോക്കുന്ന ആളുകൾ എന്നാണ്. തത്തയെ കൊണ്ട് കാർഡ് എടുത്തിട്ട് അങ്ങനെ എന്തോ നോക്കുന്ന ആളുകളുണ്ട്. പിന്നെ മൂങ്ങ പോയാൽ, അതുപോലെ കാക്ക പറന്നു പോയാൽ, അല്ലെങ്കിൽ പ്രാവ് വന്നാൽ, അങ്ങനെ മൈന വന്നാൽ,
ഇങ്ങനെ പല പക്ഷിശാസ്ത്രങ്ങളുണ്ട്. പല ആളുകളും അങ്ങനെ നോക്കുന്നവരുണ്ട്. കൈ നോക്കുന്ന ആളുകൾ, മുഖലക്ഷണം നോക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് കാര്യം. അതൊക്കെ വെറും അന്ധവിശ്വാസം, അതൊന്നുമില്ല. അങ്ങനെ ആ അന്ധവിശ്വാസങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന ആളുകൾക്കും ഇങ്ങനത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മൂന്നാമത്തേത് തവക്കുലിൻ്റെ ആളുകളാണ്. ഞാൻ എപ്പോഴും പറയും, തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് വേണം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ. ചില ആളുകളുണ്ട്, ഉസ്താദുമാർ പറയുന്ന ഉദാഹരണം, തിരുവനന്തപുരത്തേക്ക് ബസ് കയറിയിട്ട് കാസർഗോഡ് എത്തണമെന്ന് പറഞ്ഞാൽ എത്ര തവക്കുലാക്കിയാലും എത്തൂല. കാരണം കാസർഗോഡ് പോവേണ്ട ആളുകൾ കാസർഗോഡ് ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകണം, എന്നിട്ട് തവക്കുലാക്കണം, പഠിച്ചോനെ എന്നെ ഒരു അപകടം കൂടാതെ അവിടെ എത്തിക്കണേന്ന്. തിരുവനന്തപുരത്ത് പോവേണ്ട ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് വേണം തവക്കുലാക്കാൻ. ഒരു സ്വഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നു. അദ്ദേഹം വന്നത് ഒരു കുതിരയുടെ പുറത്താണ്. എന്നിട്ട് ആ സ്വഹാബി നബി തങ്ങൾ കണ്ടു, കുതിരയിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഈ കുതിരയെ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കണോ കെട്ടിയിടാതെ തവക്കുലാക്കണോ? നബി തങ്ങൾ പറഞ്ഞു, അത് കെട്ടിയിട്ടിട്ട് വന്നിട്ട് നീ തവക്കുലാക്കാൻ പറഞ്ഞു. കാരണം കെട്ടിയിട്ടാലും കള്ളന്മാർ വന്ന് കൊണ്ടുപോകാമല്ലോ. അതെന്താണ്? ഒരു തവക്കുലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് തവക്കുലാക്കുക. നമ്മുടെ മക്കളെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വിടുന്ന ആളുകളുണ്ട്, സ്കൂൾ ബസ്സിന് വിടുന്ന ആൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് നമ്മൾ പഠിച്ചോനെ എൻ്റെ മക്കളെ കാത്തോണേ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്നാണ് വിശുദ്ധമായ ഖുർആൻ. തവക്കുലാക്കുന്ന ആളുകൾ, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ആളുകൾ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കും ാൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. അപ്പോൾ ഇതാണ് വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളെയാണ് പറഞ്ഞത്. ഇനി വിചാരണ പോലുമില്ലാതെ നേരെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്ന്, അൽ ഉമറാഉ ബിൽ ജൗർ, അക്രമകാരികളായ നേതാക്കൾ, അനീതി ചെയ്യുന്നവർ, അതിക്രമം ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തേത് വൽ അറബുൽ അസബിയ, വർഗീയത കാണിക്കുന്ന ആളുകൾ. അല്ലാഹ്, വർഗീയത എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഓരോ സമൂഹം തമ്മിൽ വർഗീയതയുണ്ട്. കുടുംബത്തിൽ വർഗീയത കാണിക്കുന്നവർ, മക്കളുടെ ഇടയിൽ വ്യത്യാസം കാണിക്കുന്നവർ, മരുമക്കൾക്കിടയിൽ വ്യത്യാസം കാണിക്കുന്നവർ, അതൊക്കെ ഈ വർഗീയതയിൽ പെടുന്നതാണ്. മറ്റുള്ളവർക്ക് ഒരു നന്മയും കിട്ടരുത്, എനിക്കും എൻ്റെ ആളുകൾക്കും എല്ലാം കിട്ടണം. ഇതാണ് ഈ അസബിയ, വർഗീയത എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അത് പാടില്ല. മൂന്നാമത് അഹങ്കാരമുള്ള ആളുകൾ. അഹങ്കാരം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു അധികാരം കിട്ടിയാൽ ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും സ്ഥാനമാനം കിട്ടിയ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ, പള്ളിയുടെ പ്രസിഡന്റായ ഒക്കെ ഭയങ്കര അഹങ്കാരം, ഒരിക്കലും പാടില്ല. പിന്നെയോ വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, അത്തുജാറു ബിൽ കദിബ്, കള്ളം പറഞ്ഞിട്ട്, നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവർ. വിശുദ്ധമായ റമദാനാണ്. നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മത വേണം. ഓരോ വാക്ക് പറയുമ്പോഴും സൂക്ഷ്മത വേണം. ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ വരുമ്പോൾ ഇത് നല്ല ഡ്രസ്സാണ്, ഇത് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ആവേശത്തിൽ പറയും. പക്ഷെ അത് ഒരു മോശപ്പെട്ട വസ്ത്രം നമ്മൾ നല്ലത് പറഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ അവിടെയും വലിയ ശിക്ഷയാണ്. ഹിസാബില്ലാതെ നരകത്തിലേക്ക് പോവേണ്ടി വരും. അതുപോലെ തന്നെ അത്താജിറു സ്വദൂഖുൽ അമീൻ, അതായത് സത്യസന്ധനായ കച്ചവടക്കാരൻ, അവൻ ആരുടെ കൂടെ? മഅസ്സുദ്ദീഖീൻ, അവൻ സുദ്ദീഖീൻ ങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ശുഹദാക്കളുടെ കൂടെയാണ് സ്വർഗത്തിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ വൽ ഉലമാഉ ബിൽ ഹസദ്, അസൂയയുള്ള പണ്ഡിതന്മാർ. വലിയ പള്ളിയിലുള്ള ഉസ്താദിനെ കാണുമ്പോൾ ചെറിയ പള്ളിയിലുള്ള ഉസ്താദിന് ഒരു അസൂയ. അങ്ങനെ അസൂയയുള്ള ആളുകൾ, കാരണം അസൂയ കൂടുതലുള്ളത് ഒന്ന് സ്ത്രീകൾക്ക്, പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്നാണ്. നമ്മുടെ ഉസ്താദുമാരെന്ന് പറയാൻ വലിയ ആളുകളാണ്. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ചില ആളുകൾക്ക് ഭയങ്കര അസൂയ, അതുണ്ടാവാനും പാടില്ല. പ്രത്യേകം പറഞ്ഞത് വൽ ഉലമാഉ ബിൽ ഹസദ്, അസൂയ ഒട്ടും പാടില്ലാത്തൊരു വിഭാഗമാണ് ഉസ്താദുമാർ, അല്ലെ? ഒരിക്കലും പാടില്ലാത്ത, ഇൽമു പഠിച്ചവരാണ്. അപ്പോൾ ആ അറിവ് പഠിച്ച ആളുകളായതുകൊണ്ട് ആ ഒരു സ്വഭാവം കൊള്ളൂല. പിന്നെയോ വൽ അഗ്നിയാഉ ബിൽ ബുഖൽ, പിശുക്കനായ സമ്പന്നൻ. ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു പരിപാടി, ഇപ്പോൾ റമദാന്റെ അവസാനത്തെ പത്തായല്ലോ, എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ പിരിവിനായിട്ട് ചെല്ലുമ്പോൾ എവിടെയായിരുന്നു, നേരത്തെ വരണം, കൊടുത്തു തീർന്നു പോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ അയാൾ സ്വതക്ക കൊടുത്തിട്ട് തീർന്നു കാണും. പക്ഷെ ആ ഒരു വർത്തമാനം കൊണ്ട് ചെയ്ത സ്വതക്കയും കൂടെ നഷ്ടപ്പെടൂലേ? എവിടെയായിരുന്നു, നേരത്തെ വരണം, എല്ലാം കഴിഞ്ഞിട്ടാണോ വരണം എന്നൊക്കെ ചോദിക്കും. കുറച്ച് നേരത്തെ വരണമായിരുന്നു കേട്ടോ, ഉള്ളതൊക്കെ കൊടുത്തു തീർന്നു, ഇപ്പം ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു സമാധാന വാക്ക് പറഞ്ഞ് കൊടുത്താൽ ആ കൊടുത്ത കൂലി കിട്ടും. എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ടിങ്ങനെ, അപ്പോൾ കൊടുത്തതും ഇല്ല, കൊടുക്കാനുള്ളതുമില്ല, എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അത് പ്രത്യേകം വല്ലഗ്നിയാഉ ബിൽ ബുഖൽ, പിശുക്കനായ അഹങ്കാരിയായ ആര്? സമ്പന്നൻ. അപ്പോൾ ഇത്തരം ആളുകളാണ് ഏകദേശം 6 കൂട്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നരകത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്നവർ, അതുപോലെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്നവർ, നമ്മൾ 2 കൂട്ടരെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിശ്രേഷ്ഠമായ സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട സമയമാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു തരാം. ഇന്ന് മുതൽ ഇശാ മഗ്‌രിബിന്റെ, ഇപ്പം നമ്മൾ നോമ്പ് തുറന്നിട്ട്
നോമ്പ് തുറന്നിട്ട് ഇശാ വരെ സമയമുണ്ടല്ലോ, ആ ഒരു ടൈമിനുള്ളിൽ ഏതെങ്കിലും ഒരു ടൈമിൽ എന്ത് പറയണം? ഒരൊറ്റ ദിക്ർ ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല മലക്കുകളെ അയച്ചിട്ട് നമ്മെ സഹായിക്കുമെന്നാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അറിയാതെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ഒരൊറ്റ ദിക്ർ, ഹസ്ബി റബ്ബി യാ അല്ലാഹ് വ ഉഫവ്വിദു അംരി ഇലല്ലാഹ്. ഇതാണ് ആ ദിക്ർ. എന്ത്? ഒന്നുകൂടി പറയാം. ഹസ്ബി റബ്ബി യാ അല്ലാഹ് വ ഉഫവ്വിദു അംരി ഇലല്ലാഹ്. ഹസ്ബി റബ്ബി, അല്ലേ? പടച്ചോനെ, ഹസ്ബി എനിക്ക് മതിയായവനാണ്, റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് മതിയായവൻ, യാ അല്ലാഹ് പടച്ചോനെ നീ എൻ്റെ റബ്ബാണ്, നിന്നെ എനിക്ക് മതി. വ ഉഫവ്വിദു അംരി, എൻ്റെ കാര്യങ്ങൾ മുഴുവനും, എൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ എല്ലാം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഇലല്ലാഹ്, എൻ്റെ റബ്ബായ അല്ലാഹുവിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ഒരു ദിക്ർ മറന്നു പോകരുത്. ഒന്നുകൂടി പറയാം. ഹസ്ബി റബ്ബി യാ അല്ലാഹ് വ ഉഫവ്വിദു അംരി ഇലല്ലാഹ്. മറന്നു പോവല്ലേ? ഒന്നുകൂടി. ഇനിയുള്ള സമയത്ത്, ഇനിയിപ്പോൾ റമദാൻ അല്ലാത്ത സമയത്ത് നമുക്ക് പറയാം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഹസ്ബി റബ്ബി യാ അല്ലാഹ് വ ഉഫവ്വിദു അംരി ഇലല്ലാഹ് എന്ന ദിക്ർ മറന്നു പോവണ്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനിന്റെ അതിപ്രധാനപ്പെട്ട ഈ സമയങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആകളെ അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് കൂടുതൽ ഇബാദത്ത് എടുക്കാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാനൊക്കെ വീഡിയോകൾക്ക് താഴെ, അതല്ലാതെ ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ടൊക്കെ പറയുന്നവരുണ്ട്. റബ്ബേ പടച്ചോനെ, ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞു അവരെയും ഈ പാവപ്പെട്ട ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. ഒരുപാട് പ്രവാസികളായ ആളുകളൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണ്, ഞങ്ങളുടെ ചാനലിലുള്ള ആളുകളാണ്. അല്ലാഹു പടച്ചോനെ, അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. അവരുടെയൊക്കെ ശമ്പളം പെൻഡിങ് ആണ് ഉസ്താദെ, ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രയാസം പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക, പ്രാവർത്തികമാക്കുക, മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.